ശങ്കുചേട്ടാ, ഈ സ്ഥാനാർത്ഥി ഇത് വിട്ടില്ലേ? വണക്കം. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും എനിക്ക്. ഷാനിക്ക, അതെന്തായിരുന്നു? എന്നോടുള്ള ആ ഒരു സ്നേഹമായിരുന്നു അത്. നീ അത് കാണിക്കുന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ തവണ. ഓ അങ്ങനെ. അതുകൊണ്ട് കാണിച്ചോടെങ്കോ. ഓക്കെ. ഹരിച്ചേട്ടാ, ഇതില്ലേ? അയ്യോ അതായിരുന്നു, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് മാറ്റിയത്. ചന്നാലും അതെ, ഞാൻ ഫസ്റ്റ് ഇത് കണ്ടു ഞാൻ നിസ്കരിക്കാന്ന്. നിസ്കരിക്കല്ല, ഇത് വാനിദു ഹസരംഗ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയർ ഉണ്ട് ശ്രീലങ്കയുടെ. അയാൾ വിക്കറ്റ് കിട്ടിയാൽ കാണിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇങ്ങനെ വെക്കും. അയാൾ കൈ ഇങ്ങനെയാണ് വെക്കുന്നത്. അതിന് പകരം ഞാൻ ഇങ്ങനെ വെച്ചു. അയാൾക്ക് ഇനി ഒരിക്കലും വിക്കറ്റ് കിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിള്ളേരിലേക്ക് പോണതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കണം. മർഹബാ 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 തെരെ മഴ ചാറി കഥയടി മുടി മാറി പുതു വഴി തേടി മർഹബാ സ്വയമന്യയാക്കിയുള്ളൊതുക്കി മെല്ലെ നീ മെയ്യൊരുക്കി മറ്റൊരുത്തി പോലെ നവനവമിനി അണയുക മർഹബാ 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 ഓ ഓക്കെ, നമുക്ക് ഇനി എന്തായാലും ഫസ്റ്റ് പാട്ടിലേക്ക് പോവാം. യെസ്, സോളോ റൗണ്ടില് ഞാൻ നമ്മുടെ നിവേദുട്ടനെയാണ് വിളിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഗന്ധർവൻ സിനിമയിലെ പാട്ട് പാടാനാണ് അവൻ വരുന്നത്. അദൃശ്യനായിട്ടാണല്ലോ നമ്മുടെ ഗന്ധർവൻ വരുന്നത്. ഷാനിക്ക, ഇൻവിസിബിൾ ആവാൻ ഒരു ചാൻസ് കിട്ടിയ ഷാനിക്ക എന്തായിരിക്കും ചെയ്യാ? എന്നോട് ഇവിടെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങളോട് കൂടെ ചോദിക്കാന്ന്. ഒരു ബാങ്ക് കൊള്ളയടിച്ചാലോ? ശങ്കുചേട്ടൻ എന്തുവാ, എന്ത് രസല്ലേ? ഞാനിപ്പോ എന്താ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്തത് കഴിഞ്ഞാല് എന്നാലും ഒരെണ്ണം പറ. നമുക്ക് ഒന്നിച്ച് ബാങ്ക് കൊള്ളയടിക്കാം. ഇതേതാ വേറൊരു കള്ളൻ? പ്ലീസ്. മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പേടിയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ട് അവരൊക്കെ ആദ്യം പോയി ഇങ്ങനെ വെറുതെ ഇരുന്ന് കാണും. എന്നിട്ട് അവരൊക്കെ ചവിട്ടിച്ചെന്നുണ്ടല്ലോ. ഓക്കെ, ഹരിച്ചേട്ടാ, ഹരിച്ചേട്ടൻ ആലോചിക്ക ഞാൻ എന്താ ചെയ്യണ്ടത്? എന്തും ചെയ്യാലോ. എന്തും ചെയ്യാലോ. അതെ, അതാണ് എനിക്കിപ്പോ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും കാണുക എന്ന് പറഞ്ഞല്ലോ, വലിയൊരു ആഗ്രഹമാണ്. എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു മനുഷ്യനാണ് MS ധോണി. ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങേരുടെ മുമ്പിൽ പോയിരിക്കും ഏറ്റവും ആദ്യം. നാരായണേട്ടൻ ധോണി ഇരിക്കുക, ധോണിയുടെ സൈഡിലൊക്കെ പോയിട്ട് അടിപൊളി.